എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു രസകാളൻ്റേതാണ്. അപ്പോൾ എങ്ങനെയാണ് രസകാളൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതായത് രസകാളൻ എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിലെ ഇത് ഓർമ്മ വന്നിട്ടുണ്ടാവും. അതായത് ഗുരുവായൂർ നമ്മൾ അമ്പലത്തിൽ ഭക്ഷണം അന്നദാനത്തിനൊക്കെ നമുക്ക് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അവിടെ. അപ്പോൾ ഈ രസകാളൻ അവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. അതായത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി അതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ കൂടി പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളുണ്ടാക്കിയ അത്രയ്ക്ക് ശരിയാവുമെന്ന് അറിയില്ല, എങ്കിലും അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ തൈര്, തേങ്ങ അരച്ച് ചേർക്കേണ്ട അരപ്പിനുള്ള തേങ്ങ, പച്ചമുളക്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ 150 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുമ്പളങ്ങയും ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തൊലി ചെത്തിക്കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചിരകിയത്. ഇത് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകവും പച്ചമുളകും 1-2 പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കണം. നല്ലപോലെ അരയണം. ഇത് നമ്മൾ രസകാളനാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല പോലെ വെണ്ണ പോലെ അരയണം. ഇവിടെ തൈര് ഞാനൊരു 1.5 കപ്പ് നല്ല കട്ട തൈരാണ്, നല്ല ആവശ്യത്തിന് പുളിയോട് കൂടിയുള്ള തൈരാണ്, അതെടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണം ഇട്ട് കൊടുത്തു, കുമ്പളങ്ങ കഷ്ണം ഇട്ട് കൊടുത്തു, പിന്നെ ഒരു 2 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, അതുകൊണ്ട് അതും ഇട്ട് കൊടുത്തു. അതൊന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചതച്ച മുളകാണ്, ചുമന്ന മുളക് ചതച്ച് വെച്ചിരിക്കുന്നത്, അതും ഇട്ട് കൊടുത്തു. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി മുളക് പൊടി, അത് ഞാൻ മറ്റുള്ള പച്ചമുളകും മുളക് ചതച്ചതും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് 1/4 ടീസ്പൂണേ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ചേർക്കാനുള്ളത് ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകം നമ്മൾ അരപ്പിൽ ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അല്പമേ ചേർക്കുന്നുള്ളൂ. എല്ലാത്തിൻ്റെയും കൂടെ അവസാനം എരിവ് കൂടി പോകണ്ട. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാം ഈ കഷ്ണങ്ങളൊക്കെ. കണ്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത്ര ഹൈ ഫ്ലെയിം വേണ്ട, പതുക്കെ വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിനൊന്നൊരു അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഫുള്ളായിട്ട് അടയ്ക്കണ്ട, ചിലപ്പോൾ തിളച്ചു പോവാൻ സാധ്യതയുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മത്തങ്ങ, കുമ്പളങ്ങ അതും വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മതി, ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ
അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തൈരിലാണ് നമ്മൾ വേവിച്ചത്. തൈര് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എത്രത്തോളം ഇത് വേണം, അതിൻ്റെ ഗ്രേവി വേണം എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് തൈര് വെള്ളവും അല്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ കുറുകിയൊന്നുള്ള കറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള ഒരു കറിയാണ്. കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ഒന്ന് കയറി വന്നാൽ മതി. ഒരുപാട് തിളയ്ക്കണ്ട. നല്ലപോലെ തിളച്ചിട്ട് അതിന് ശേഷം വീണ്ടും തൈര് ചേർത്ത് കൊടുത്തതാണ്. കണ്ടോ, ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പൊക്കെ നോക്കാം. ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട്. പുളിയും ഉപ്പുമൊക്കെ നല്ല കറക്റ്റ് പ്രപ്പോർഷനിൽ വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം സ്റ്റൗ. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിട്ടാൽ മതി. കടുകൊക്കെ പൊട്ടിച്ചിട്ടാൽ മാത്രം മതി. ഇവിടെ ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കണം. രസകാളൻ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ രസകാളൻ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കൂ. നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.